നമസ്കാരം. SLC ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കപ്പോഴും കാണുന്ന അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പൊ മാഗ്നിഫിക്കേഷൻസിന്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടായി കാണുന്നുണ്ട്, അത് തെറ്റിക്കാറുണ്ട്. അതായത് എങ്ങനെയാണ് മാഗ്നിഫിക്കേഷൻ്റെ ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ നേച്ചർ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ്, ഇമേജിന്റെ പൊസിഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ട് കാണാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആവർത്തനം, അല്ലെ? ആവർത്തനം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? അതൊരു റേഷ്യോ ആണ്, അതായത് ഒരു അനുപാത സംഖ്യയാണ്, അല്ലെ? എന്തിന്റെയൊക്കെ ഇമേജിന്റെ ഹൈറ്റ്, അതായത് പ്രതിബിംബത്തിന്റെ ഉയരവും അതുപോലെ തന്നെ വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള ഒരു അനുപാത സംഖ്യയാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇറ്റ്സ് എ റേഷ്യോ ആണ്. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ അനുപാത സംഖ്യ പറഞ്ഞു, ഹൈറ്റിന്റെ റേഷ്യോ ആണല്ലോ, അതുകൊണ്ട് തന്നെ അതിന് യൂണിറ്റ് ഇല്ല. പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നമ്മൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ അതിന് യൂണിറ്റ് ഒന്നും എഴുതി വെച്ചേക്കല്ലേ. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ചെയ്ത് കാണുന്നുണ്ട്, ഈ സെന്റിമീറ്ററിനും മീറ്ററിനൊക്കെ എഴുതി വെക്കും. ഒരിക്കലും അങ്ങനെ എഴുതാൻ പാടില്ല. മാഗ്നിഫിക്കേഷൻ എന്താണ് ഓർത്തോണം, യൂണിറ്റ് ഇല്ല. മനസ്സിൽ പറഞ്ഞു വെക്കുക കേട്ടോ, അല്ലെങ്കിൽ പഠിച്ചു വെക്കുക. മാഗ്നിഫിക്കേഷൻ എന്താണ്, യൂണിറ്റ് ഉണ്ടായിരിക്കുന്നില്ല. ഇനി മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്തൊക്കെയാണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും അത് തമ്മിലുള്ള റേഷ്യോ, അതായത് HI/HO ആണ്. HI എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഇമേജ്. HO എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. അല്ലെങ്കിൽ എന്താണ്? ഡിസ്റ്റൻസ് ടു ദ ഇമേജും ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റും, അതായത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം ഉണ്ടല്ലോ, പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും അതുപോലെ തന്നെ എന്താണ് ഒബ്ജക്റ്റിലേക്കുള്ള ദൂരവും, ഇല്ല, അതിന്റെ ഒരു അനുപാത സംഖ്യയും കൂടിയാണ് ഈ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതും കൂടെ ഓർത്തിരിക്കുക. നമുക്കറിയാം ഇമേജിന്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ്? V ആണ്, ഇല്ല? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് നമ്മൾ U ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? M ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റിന്റെ അതുപോലെ തന്നെ ഇമേജിന്റെ ഹൈറ്റിന്റെ അനുപാത സംഖ്യയും വരാം, റേഷ്യോയും വരാം, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് അതിന്റെ ഒരു അനുപാത സംഖ്യയായിട്ടും വരാം. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ്? M ഈസ് ഈക്വൽ ടു HI/HO അല്ലെങ്കിൽ എന്താണ് V/U. ക്വസ്റ്റ്യനിൽ ഏതാണോ തരുന്നത് അതനുസരിച്ച് നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ഇക്വേഷൻ പഠിച്ചു വെക്കുക. M ഈസ് ഈക്വൽ ടു HI/HO അല്ലെങ്കിൽ എന്താണ് V/U. അത് രണ്ടും ഈക്വൽ ആണ് കേട്ടോ മാഗ്നിഫിക്കേഷന്. ഓർത്തിരിക്കുക, മാഗ്നിഫിക്കേഷൻ ഒരു റേഷ്യോ ആണ്, ഒരു അനുപാത സംഖ്യയാണ്. അതിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോണം. മാഗ്നിഫിക്കേഷൻ എന്താണ്? യൂണിറ്റ് ഇല്ല. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഇത്രയാന്ന് തരും. അപ്പൊ അതനുസരിച്ചിട്ട് ഇത് എങ്ങനെയുള്ള ഇമേജ് ആണ്, ഇമേജിന്റെ നേച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അപ്പം അതെങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ കണ്ടില്ലേ, നേച്ചർ ഓഫ് ഇമേജ് ബേസ്ഡ് ഓൺ മാഗ്നിഫിക്കേഷൻ. അതായത് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, അല്ലെങ്കിൽ എന്താണ് ഈക്വൽ ടു 1 എന്നൊക്കെ വരാം. അപ്പൊ അതനുസരിച്ചിട്ട് അതിന്റെ നേച്ചർ എങ്ങനെയാന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇതാ നോക്കൂ കേട്ടോ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കേട്ടോ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കോ കേട്ടോ, മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുകയാണെങ്കിൽ ഇമേജ് എങ്ങനെയായിരിക്കും? എൻലാർജ്ഡ് ആയിരിക്കും. പഠിച്ചു വെക്കോ കേട്ടോ. ഗ്രേറ്റർ ദാൻ 1 കൂടുതലായിരിക്കുവാണെങ്കിൽ എങ്ങനെയാണ്? അതിന്റെ സൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? എൻലാർജ്ഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഈക്വൽ ടു 1 വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ ഈ ഇക്വേഷൻ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. 1 വരുവാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദ ഇമേജും എങ്ങനെയായിരിക്കും? അത് ഒരുപോലെ തന്നെയായിരിക്കും, ഇല്ലേ? അതായത് സൈസ് എങ്ങനെയായിരിക്കും? സെയിം സൈസ് ആയിരിക്കും കേട്ടോ. സൈസിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ലെസ് ദാൻ 1, അതായത് 1 കുറവൊക്കെ വരാം, പോയിന്റ് വാല്യൂ ഒക്കെ വരാമല്ലോ. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ മനസ്സിലാക്കുക എങ്ങനെയായിരിക്കും? ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും, അതായത് ചെറിയ ഇമേജ് ആയിരിക്കും ഒബ്ജക്റ്റിനേക്കാളും കേട്ടോ. കമ്പയറിംഗ് ടു ഒബ്ജക്റ്റ് ആണ് കേട്ടോ. വസ്തുവിനുമായിട്ട് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. വസ്തുവിനേക്കാളും എങ്ങനെയായിരിക്കും? ചെറുതായിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം സൈസ് ആണ് നമ്മൾ ഈ 3 കാര്യം ഇവിടെ പറയുന്നത് കേട്ടോ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവുകയാണെങ്കിൽ എങ്ങനെയാണ്? എൻലാർജ്ഡ്, വലിയ ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഈക്വൽ ടു 1 ആവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഒബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെയിം സൈസ് തന്നെയായിരിക്കും. ഇനി ലെസ് ദാൻ 1 കുറവാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇമേജ് ഡിമിനിഷ്ഡ് ആയിരിക്കും. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ 3 കാര്യം, സൈസുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യം പഠിച്ചു വെക്കുക. ഇനി
അടുത്ത നമ്മൾ നോക്കുവാണ് മാഗ്നിഫിക്കേഷൻ വാല്യൂ. നിങ്ങൾക്ക് അറിയാം പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ പ്ലസ് എന്നും ഇല്ലേ, ഇപ്പൊ +2 അല്ലെങ്കിൽ -2 എന്നൊക്കെ വരാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അത് പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും ഒക്കെ വരുവാണെങ്കിൽ ഓർത്തിരിക്കുക എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. എമ്മിന്റെ വാല്യൂ പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ ഓർക്കുക കേട്ടോ. പോസിറ്റീവ്, സപ്പോസ് പോസിറ്റീവ് +2 എന്ന് വന്നു ഇല്ലേ, അതായത് അങ്ങനെ വരുവാണെങ്കിൽ ഇമേജിന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഓർക്കോട്ടെ, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവുകയാണെങ്കിൽ എന്താണ്? ഇമേജ് വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. വെർച്വലും ഇറക്റ്റും ഒരുമിച്ചാണ് വരുന്നത്, നമുക്കറിയാം അല്ലേ. അപ്പം വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് വരിക, ഓക്കെ ആണല്ലോ. നെഗറ്റീവ് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇമേജ് എങ്ങനെയായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇമേജ് എങ്ങനെയാണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. നമുക്കറിയാം വെർച്വൽ ആൻഡ് ഇറക്റ്റ് വരുന്ന സിറ്റുവേഷൻ എപ്പോഴാണ് അല്ലേ? നമ്മൾ കോൺവെക്സ് ലെൻസിന്റെയും കോൺകേവ് ലെൻസിന്റെയും കേസിൽ കണ്ടതാണ്. വെർച്വൽ ആൻഡ് ഇറക്റ്റ് നമ്മൾ സെയിം സൈഡിൽ തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ എങ്ങനെയാണ്? സെയിം സൈഡിലാവുമ്പോൾ എങ്ങനെയാണ് ഇമേജ് നമുക്കറിയാം പോസിറ്റീവ് വാല്യൂ വരുന്നത് നമുക്കറിയാം ഇല്ലേ. താഴേക്ക് നമ്മളെ ആക്സിസ് വരയ്ക്കില്ല, പ്രിൻസിപ്പൽ ആക്സിസിന്റെ താഴേക്ക് വരുമ്പോഴല്ലേ നെഗറ്റീവ് വാല്യൂ വരുന്നത്. മുകളിൽ തന്നെയാണെങ്കിൽ പോസിറ്റീവ് വാല്യൂ അല്ലേ വരുന്നത്, ഓക്കെ ആണല്ലോ. ദെൻ അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ നെഗറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ നമുക്കറിയാം അല്ലേ, പ്രിൻസിപ്പൽ ആക്സിസിന്റെ താഴെ ഭാഗത്താണ് വരുന്നത് അല്ലേ. അപ്പൊ എന്താണ്? നെഗറ്റീവ് വാല്യൂ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. പ്രിൻസിപ്പൽ ആക്സിസിന് താഴോട്ട് വരുന്ന ഇമേജ് നമുക്കറിയാം എങ്ങനെയാണത്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ ഈ 5 കാര്യം നിങ്ങളൊന്ന് ഈ 5 പോയിന്റ് ഓർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും, ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ പറയാം, മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 കൂടുതലാവുക, ഇമേജ് എങ്ങനെയായിരിക്കും? വലുതായിരിക്കും, എൻലാർജ്ഡ്. ഈക്വൽ ടു 1 വരുവാണെങ്കിൽ സെയിം സൈസ് ആണ്. ലെസ് ദാൻ 1 ആവുകയാണെങ്കിൽ 1 കുറവാണ് അല്ലേ, അതായത് ചെറിയ ഇമേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി മാഗ്നിഫിക്കേഷൻ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഇമേജ് എങ്ങനെയാണ്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. നെഗറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ ഓർത്തിരിക്കുക താഴെ ഭാഗത്തായിരിക്കും, അതായത് പ്രിൻസിപ്പൽ ആക്സിസിന്റെ താഴെ ഭാഗത്തായിട്ടായിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. അതെപ്പോഴും എങ്ങനെയാണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡും ആയിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നല്ലവണ്ണം സെറ്റ് ആക്കുക. അപ്പൊ ഓക്കെ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിക്കോളും. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ്? കോൺവെക്സ് ലെൻസ് ഫോംസ് ആൻ ഇമേജ് ഓഫ് മാഗ്നിഫിക്കേഷൻ +2. ഒരു കോൺവെക്സ് ലെൻസ് ആണ്, ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ്? +2. എമ്മിന്റെ വാല്യൂ എന്ന് വെച്ചാൽ +2 ആണെന്നാണ് വരുന്നത് ഇല്ലേ. അപ്പൊ താൻ നോക്കിയേ, ഇമേജ് റിയൽ ആണോ, വെർച്വൽ ആണോ, ഇറക്റ്റ് ആണോ, ഇൻവേർട്ടഡ് ആണോ, എൻലാർജ്ഡ് ആണോ, ഡിമിനിഷ്ഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച കാര്യം മൈൻഡിൽ വരിക. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച കാര്യം? സൈഡിലോട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇല്ലേ. മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ്? ഗ്രേറ്റർ ദാൻ 1 ആവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? എൻലാർജ്ഡ് ആയിരിക്കും, ആ ഒരു പോയിന്റ് കേട്ടോ. പിന്നെ ഈക്വൽ ടു 1 വരുവാണെങ്കിൽ എങ്ങനെയാണ്? സെയിം സൈസ് ആണ്. ദെൻ ലെസ് ദാൻ 1 വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഡിമിനിഷ്ഡ് ആയിരിക്കും. പിന്നെ പോസിറ്റീവ് വാല്യൂ വരുവാണെങ്കിൽ നമ്മൾ പഠിച്ചു എങ്ങനെയാണ്? വെർച്വൽ അല്ലെ, വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും. ദെൻ നെഗറ്റീവ് വാല്യൂ വരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡും ആയിരിക്കും. ഇത്രയും കാര്യം മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക, ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യമേ നോക്കാം. എമ്മിന്റെ വാല്യൂ എങ്ങനെയാണ്? പോസിറ്റീവ് വന്നു ഇല്ലേ. പോസിറ്റീവ് വന്നപ്പോൾ നമുക്ക് ഏതാണ് വരുന്നത്? വെർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് നമുക്കറിയാം. പോസിറ്റീവ് വാല്യൂ വന്നു. അപ്പൊ എങ്ങനെയാണ്? വെർച്വൽ അല്ലേ. അത് ആദ്യമേ ചോദിച്ചിരിക്കുന്നത് ഇമേജ് ഈസ് റിയൽ ആണോ, വെർച്വൽ ആണോ? ഏതാണ്? വെർച്വൽ ആണ്. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവ് വന്നുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് വെർച്വൽ ആണെന്ന് പറയാം അല്ലേ. ഇമേജ് ഈസ് ഇറക്റ്റ് ഓർ ഇൻവേർട്ടഡ്. വെർച്വൽ ആണെങ്കിൽ നമുക്കറിയാം എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും ഇല്ലേ. വെർച്വൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇറക്റ്റ് ആയിരിക്കും. ഇനി എൻലാർജ്ഡ് ആണോ, ഡിമിനിഷ്ഡ് ആണെന്ന് ഇതാ നോക്കുക. 2 ആണ് വാല്യൂ വന്നത്, മനസ്സിലാവുന്നുണ്ടോ? 2 വന്നു, അതായത് 1 കൂടുതലാണ്. 1 കൂടുതലാവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എൻലാർജ്ഡ് ആയിരിക്കും, ഓക്കെ ആണല്ലോ. അപ്പൊ എങ്ങനെയാണ്? എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്, മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഒരു 5 കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഒരു 2-3 പ്രാവശ്യം എഴുതി പഠിച്ച് തന്നെ കിട്ടിക്കോളും കേട്ടോ. അതനുസരിച്ച് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 3 സെന്റിമീറ്റർ ഈസ് പ്ലേസ്ഡ് 10 സെന്റിമീറ്റർ ഫ്രം എ കോൺവെക്സ് ലെൻസ്. ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു വെച്ചിരിക്കുകയാണ്. എവിടെയാണ്? കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ. കോൺവെക്സ് ലെൻസ് നിന്നും
10 സെന്റിമീറ്റർ അകലെയായിട്ട് 3 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ളത് അല്ലേ. അപ്പം ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. പിന്നെന്താണ്, കോൺവെക്സ് ലെൻസിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, അതായത് യു ആണ് തന്നിരിക്കുന്നത്. യു എത്രയാണ്? 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ സൈൻ കൺവെൻഷൻ റൂള് കേട്ടോ, പ്രിൻസിപ്പൽ ആക്സിന് കേട്ടോ, അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പ്രിൻസിപ്പൽ ആക്സിന് എങ്ങനെയാണ്? ലെഫ്റ്റ് സൈഡിലേക്കുള്ളതെല്ലാം നെഗറ്റീവ് ആണ്, റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് ആണ്, അതുപോലെ തന്നെ മുകളിലേക്കുള്ളത് പോസിറ്റീവും താഴേക്കുള്ളത് നെഗറ്റീവ് ആണ്. അപ്പൊ യു എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ലെഫ്റ്റ് സൈഡിലല്ലേ വരുന്നത്. അപ്പൊ ഇതെന്താണ്? നെഗറ്റീവ് ആണ് വരുന്നത്. സൈൻ കൺവെൻഷൻ റൂളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്? ഇമേജ് ഈസ് ഫോംഡ് 30 സെന്റിമീറ്റർ ഓൺ ദ അതർ സൈഡ്. ഇമേജ് ഈ സൈഡിൽ 30 സെന്റിമീറ്റർ മാറി ഉണ്ടാവുന്നുണ്ട്. അതായത് ഇമേജ് ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട് വി ഇല്ലേ, അതെത്രയാണ്? 30 സെന്റിമീറ്റർ. അത് ലെൻസിന്റെ വലത് സൈഡിലല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ അതാണ്, അത് പോസിറ്റീവ് ആണ്. ഓക്കെ ആണല്ലോ, അത് എഴുതി. ഇനി എന്തൊക്കെയാണ് കണ്ടുപിടിക്കണം? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം അല്ലേ, മാഗ്നിഫിക്കേഷൻ. അപ്പൊ എ എന്ന് പറഞ്ഞിരിക്കുന്ന മാഗ്നിഫിക്കേഷൻ ആണ് എം അല്ലേ. അപ്പം എമ്മിന്റെ ഇക്വേഷൻ നമുക്കറിയാം, HI/HO ഓൾസോ ഈസ് ഈക്വൽ ടു ഇല്ലേ V/U എന്ന് നമുക്കറിയാം. ഇവിടെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് മാത്രമല്ല തന്നിട്ടുള്ളത്, പക്ഷേ വിയും യുവും തന്നിട്ടുണ്ട് കണ്ടല്ലോ. അപ്പൊ നമുക്ക് അത് അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ ആണല്ലോ. അതായത് ഏതാണ്? M ഈസ് ഈക്വൽ ടു V/U ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ വി എങ്ങനെയാണ്? 30 ആണ്. യു -10 ആണ് കേട്ടോ, -10. അപ്പൊ എത്രയാണ് വാല്യൂ വന്നത്? -3. മാഗ്നിഫിക്കേഷൻ ആണ്. സെന്റിമീറ്റർ എന്ന് ഒന്നും എഴുതിയേക്കില്ലേ. മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ്? യൂണിറ്റ് ഇല്ല. അപ്പൊ എം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? -3 വന്നു. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത് എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് അല്ലേ. ഹൈറ്റ് ഓഫ് ദി ഇമേജ്, അതായത് HI നമുക്ക് കണ്ടുപിടിക്കണം ഇല്ലേ. മാഗ്നിഫിക്കേഷൻ കിട്ടി, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് അറിയാം. അപ്പൊ നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാമല്ലോ. ഇക്വേഷൻ എങ്ങനെയാണ്? M ഈസ് ഈക്വൽ ടു HI/HO ആണ്. ഇതിന് HI നമുക്ക് എഴുതാൻ മേലെ. HI ഈസ് ഈക്വൽ ടു M ഇൻറ്റു HO ഇല്ലേ. M എത്രയാണ്? -3 ആണ് വന്നിരിക്കുന്നത്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയാണ്? 3 ആണ്. അപ്പൊ ഹൈറ്റ് ഓഫ് ദി ഇമേജ് എത്രയാണ്? -9. ഇവിടെ എന്താണ്? ഹൈറ്റ് ആണ്. അപ്പം സെന്റിമീറ്റർ അല്ലേ, സെന്റിമീറ്റർ ആണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പം സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എങ്ങനെയാണ്? -9 സെന്റിമീറ്റർ എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് സി പാർട്ട് ചോദിച്ചിരിക്കുന്നത്? നേച്ചർ ഓഫ് ദി ഇമേജ്. ഇമേജിന്റെ നേച്ചറാ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ സൈസ് പറയണം, അതുപോലെ തന്നെ നേച്ചറും പറയണം. ഇമേജിന്റെ സൈസ് എങ്ങനെയാണ്? ഒബ്ജക്റ്റിന്റെ സൈസ് നമുക്കറിയാം 3 ആണ് വന്നത് ഇല്ലേ. ഇവിടെ 9 വന്നു. അപ്പൊ എങ്ങനെയായിരിക്കും? എൻലാർജ്ഡ് ഇല്ലേ. സൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? എൻലാർജ്ഡ് ആയിരിക്കും. ഇനി മാഗ്നിഫിക്കേഷന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് നേച്ചർ പറയാലോ. മാഗ്നിഫിക്കേഷൻ നമുക്ക് ഇവിടെ എങ്ങനെയാണ്? -3 ആണ് വന്നത് ഇല്ലേ. മൈനസ് വാല്യൂ വന്നു. മൈനസ് വാല്യൂ വരുമ്പോ എന്താണ്? മൈനസ് വാല്യൂ വരുമ്പോ എങ്ങനെയാണ്? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ് ഇല്ലേ. മൈനസ് വാല്യൂ വരുമ്പം റിയൽ ആൻഡ് ഇൻവേർട്ടഡ് അല്ലേ. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. അല്ലെങ്കിൽ നമുക്കറിയാം മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 3 വന്നു ഇല്ലേ. 3 വരുമ്പോൾ നമുക്ക് എന്താണ്? >1 ആണ് ഇല്ലേ. അപ്പോഴും നമുക്കറിയാം എൻലാർജ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുമുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ ആ ഒരു 5 പോയിന്റ് വെച്ചിട്ട് നമുക്ക് ആൻസർ കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഏകദേശം ഒരു ധാരണ ഉണ്ടാവും നമുക്ക് എങ്ങനെയാണ് ആൻസർ വരുന്നത് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ നേച്ചർ എങ്ങനെയാണ്? എൻലാർജ്ഡ് ആണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡും ആണ്. നെക്സ്റ്റ് വൺ നോക്കിയേ. ദ മാഗ്നിഫിക്കേഷൻ ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് എത്രയാണ്? -0.25 തന്നിട്ടുണ്ട്. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്. പിന്നെ എന്താണ്? ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് ഈസ് ഹൗ മെനി ടൈംസ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ്? -0.25 ആണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്? നോക്കിയേ, മൈനസ് വാല്യൂ വന്നു. മൈനസ് വാല്യൂ വരുമ്പോൾ എങ്ങനെയായിരിക്കും? റിയൽ ആൻഡ് ഇൻവേർട്ടഡ് അല്ലേ. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലേ. റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. ദാ 0.25 വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? <1 അല്ലേ. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ <1 ആണ്. അപ്പൊ എങ്ങനെ വരും? <1 ആവുമ്പോ എങ്ങനെയായിരിക്കും? ഡിമിനിഷ്ഡ് അല്ലേ. ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും വരുന്നത് കേട്ടോ. ഡിമിനിഷ്ഡ് ഇമേജ്. ഇനി എന്താണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്? എന്താ നോക്കിയേ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഈസ് ഹൗ മെനി ടൈംസ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് HI എന്ന് പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനേക്കാളും എത്ര മടങ്ങാന്നാ ചോദിച്ചിരിക്കുന്നത്. ഇമേജിന്റെ ഹൈറ്റ് ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനേക്കാളും എത്ര മടങ്ങെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് നമ്മൾ
എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇവിടെ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്തോ നമുക്കറിയാം. ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരാം? എം ഇൻറ്റു എച്ച് എന്നല്ല വരുന്നത്. ഈ എമ്മിന്റെ സ്ഥാനത്തല്ലേ ക്വസ്റ്റ്യൻ മാർക്ക് കിടക്കുന്നു. അപ്പൊ എമ്മിന്റെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? 0.25 ആണെന്ന് നമുക്കറിയാമല്ലേ? മനസ്സിലാവുന്നുണ്ടോ? എമ്മിന്റെ വാല്യൂ എന്ന് വെച്ചാൽ എത്രയാണ്? 0.25 ആണെന്ന് നമുക്കറിയാം അല്ലേ? 0.25 ഇൻറ്റു അല്ലേ, ഇങ്ങനെയാണ് വരുന്നത്. 0.25 ഇൻറ്റു എച്ച് എന്നാണ് വരുന്നത്. അപ്പൊ എത്ര മടങ്ങാണ്? ഒബ്ജക്റ്റിന്റെ എത്ര മടങ്ങാണ്? 0.25 എന്ന് വരാം. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ്? 1/4 ടൈംസ് ഇല്ലേ? 0.25 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? 4/1 എന്നല്ല ഉദ്ദേശിക്കുന്നത്. 1/4 ടൈംസ് എച്ച്. അതായത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, വസ്തുവിന്റെ ഉയരത്തിന്റെ 4/1 അല്ലേ ഒബ്ജക്റ്റിന്റെ ഉയരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡിമിനിഷ്ഡ് ആണല്ലോ അല്ലെ? വസ്തുവിന്റെ ഉയരത്തിനേക്കാളും കുറവായിട്ടുള്ള ഇമേജ് അല്ല നമുക്ക് കിട്ടുന്നത്. അതായത് ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ പറയാം? 1/4 ടൈംസ് എന്ന് പറയാം കേട്ടോ. 1/4 ടൈംസ്. ഇതൊക്കെ കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിരിക്കണം കേട്ടോ, എന്താണ് പറയുന്നത് എന്നുള്ളത്. അപ്പം ഈ മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് നോക്കാം. ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാന്ന് നോക്കുക. റിയൽ ആണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് വരുന്നത്. റിയൽ ആണെങ്കിൽ അത് ഇൻവേർട്ടഡും ആയിരിക്കും ഇല്ലേ? ദെൻ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എങ്ങനെയാണ്? റിയൽ ആണെങ്കിൽ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എങ്ങനെയാണ് വരുന്നത്? നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. റിയൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഇനി വെർച്വൽ ആണെങ്കിൽ ഇവിടെ ഏതാണ്? ഇറക്റ്റ് അല്ലേ? വെർച്വൽ ആണെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇറക്റ്റ് ആൻഡ് വെർച്വൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും? മാഗ്നിഫിക്കേഷൻ എങ്ങനെയാണ്? അത് പോസിറ്റീവ് ആണ് കണ്ടോ. തല തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കാം. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ തന്നിട്ട് അതെങ്ങനെയുള്ള ഇമേജ് ആണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അതിന്റെ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ട് നമുക്ക് അതിന്റെ മാഗ്നിഫിക്കേഷൻ എങ്ങനെ വരാമെന്നൊക്കെ ചോദിക്കാം. മനസ്സിലായല്ലോ? അപ്പം മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും. ഒരു 5 പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ സാധിക്കും കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. സൈഡിലൊക്കെ ഷോർട്ട് നോട്ടാക്കി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എഴുതി തന്നെ പഠിക്കുക. ഇക്വേഷനൊക്കെ നമ്മൾ എഴുതി തന്നെ പഠിക്കുക. പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോയിലെ മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകളും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക്